ശ്രീ ഇതിനെ എനിക്ക് എടുക്കാൻ വേണ്ടി അതെല്ലാ കാലം കൊണ്ട് എൻ്റെ നേരെ വന്നത്. അയ്യോ ഇന്ന് മഞ്ഞൊക്കെ നല്ല കുറവാണ്. കുറേ ദിവസമായിട്ട് നമുക്ക് നമ്മുടെ മീൻകൂട്ടിലൊന്നും കിട്ടാറില്ല. നമുക്കൊന്ന് പൊക്കി നോക്കാം. ഞാനേ നമ്മുടെ പഴയ വല കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പുതിയ വല ഇട്ടിട്ട് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് സ്ഥാനം മാറ്റി നോക്കി. ഒന്നുമേ ഇല്ല. കുറേ ദിവസമായിട്ട് തന്നെയാണ് ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കുവാണ്. പുതിയ കൂട് നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ തൂമ്പിലാണ് വെച്ചത്. അത് നോക്കാം. ശ്രീ ഇതിനെ എനിക്ക് എടുക്കാൻ പേടിയാ. ഇതിൻ്റെ കാലുള്ളത് കൊണ്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ശ്രീനെ കൊണ്ട് കാല് പിടിച്ചിട്ട് ഞാൻ എടുക്കൂളേ. എനിക്ക് ഇതിൻ്റെ ജീവനോട് തന്നെ എനിക്ക് പിടിക്കാൻ പേടിയാണ്. കാലൊടിച്ചിട്ട് എങ്ങനെയെങ്കിലും പിടിച്ച് നിങ്ങളെ കാണിക്കാം. വാ കാലൊടിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇല്ലേ എനിക്ക് എന്താണ്ടൊക്കെ പോലെ വരും. അപ്പോൾ ഇല്ലേ ഞാൻ അതിൻ്റെ കാലൊടിപ്പിക്കട്ടെ. എനിക്ക് പേടിയാണ് ഭയങ്കര. വാ കാലൊടിച്ചാ. എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നറിയാൻ പാടില്ല. എനിക്ക് പേടിയാണ്. നമുക്കേ അയ്യോ ശ്രീയേ ഇത് കണ്ട ശ്രീ ഇത് കണ്ടോ ശ്രീ ഇത് കണ്ട. അയ്യോ നമുക്കേ ആദ്യമായിട്ടാട്ടോ നമ്മുടെ വലയിൽ ഞണ്ടിനെ കിട്ടണേ. നമ്മുടെ പുഴയിൽ ഇതിന് ഉപ്പ് കയറി വരുമ്പം ഞണ്ടും കരിമീനൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. വലക്കാർക്കൊക്കെ കിട്ടാറുണ്ട്. നമ്മുടെ വലയിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ദേ ഇത് കണ്ടോ ഏത് ഈ കാല് വെച്ചിട്ട് ഉറുക്കണ്. ഇത് കണ്ട അതിന് കറക്റ്റ് അറിയാല്ലേ. അതിൻ്റെ കണ്ണ് പക്ഷേ അതെ ഇവിടെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ കൈ കൊണ്ട് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇത് കണ്ട കണ്ണിരിക്കണേ. ഇത് കണ്ട. അയ്യോ ഇവൻ്റെ കണ്ണ് ഇവിടെയാണെങ്കിലും ഇതിനെല്ലായിടവും കാഴ്ചശക്തി ഉണ്ടെന്നാ തോന്നണേ. ഇത് എന്നെ ഇങ്ങനെ തല്ലാനൊക്കെ വരും. ഇത് കണ്ടോ ഇത് തല്ലാൻ പറ്റാ. ഇത് കണ്ടോ ശ്രീ ഇത് അത് തല്ലണ വേണ്ട. ടാറ്റ തന്നെയാന്ന് തോന്നണേ. എനിക്കവിടെ പിടിക്കാൻ പേടിയായിനാ. അത് എല്ലാം കാലും കൊണ്ട് ഇതിങ്ങനെ വരും. കാണാ അത് ഇറുക്കണ കാലല്ലോ. അത് ഈ കാല് വെച്ചിട്ടേ അത് ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇല്ലേ ഇറുക്കത്തില്ലായിരിക്കും. പക്ഷെ എനിക്ക് പേടിയാ. താഴത്ത് വെക്കാം. നമുക്കത് നടന്ന് പോകണം. താഴ്ച കിട്ടിയാലോ സ്പീഡ് കൂടും. ആണോ ഭയങ്കര സ്പീഡാണോ? നമുക്ക് അവിടെ കൊണ്ടുവച്ചാലോ? നീ ആദ്യമായിട്ടാ ശ്രീ ഇങ്ങനത്തെ ലൈവ് ഞണ്ടിനെ കാണുന്നത്? ശ്രീ കണ്ടിട്ടുണ്ടോ? കണ്ട അതെല്ലാ കാലം കൊണ്ട് എൻ്റെ നേരെ വന്നെ. അതേ കുടിക്കൂടോ ഞണ്ടിൻ്റെ ഞണ്ടിന് വാഴയാണോ ശ്രീ? അത് വാഴയാണോ? ഞണ്ടിൻ്റെ ആദ്യമായിട്ട് കിട്ടിയ നമ്മുടെ ഞണ്ട് കുട്ടൻ. ഇന്ന് മൊത്തം ഞണ്ടിനെ പോലത്തെ ഇറുക്കൽ വീരന്മാരാ. അയ്യോ അത് കാല് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ ഇങ്ങതാ. മഞ്ഞില്ല ഇറുക്കുന്നില്ല. കണ്ട ഇത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടേക്കാം. കുഞ്ഞല്ലേ. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ടേക്കാം. കുഞ്ഞല്ലേ. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട്
വർഷമായിട്ട് എല്ലാ ദിവസവും ഇല്ലേ ഓരോ ജീവൻ രക്ഷിക്കാറുണ്ട്. ആമയായിട്ടും ഞണ്ടായിട്ടൊക്കെ രക്ഷിച്ച് ഞാനൊരു നന്മമരമായിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ വരൂ, നമുക്കിനി ഞണ്ടിനെ പോയില്ലേ പിച്ചുവിനൊക്കെ വറുത്ത് കൊടുക്കാം. അവന്മാർ കണ്ടിട്ടില്ല, അവന്മാർ ഞെട്ടും, സർപ്രൈസ് ആയിരിക്കും. ആദ്യമായിട്ടോ നമുക്ക് പോയെന്ന് ഞണ്ടിനെ കിട്ടണേ. ചിപ്പണിട്ടുണ്ട്, പാൽ ബൂസ്റ്റിന് വഴിക്കിടുന്നുണ്ട്. പിന്നയ്ക്കൂ പുഴയെന്ന് കിട്ടി. നിനക്കുണ്ടോ ഒന്നും തോന്നാത്ത? എങ്ങനെയുണ്ട്? ഞണ്ട് ഇഷ്ടമല്ല? ചിപ്പൂന് ഞണ്ട് അലർജി ആയിട്ടില്ല. നമുക്ക് വിളിച്ചെണീപ്പിച്ചിട്ട് ഞണ്ടിനെ കാണിക്കാം. കിച്ചു, കിച്ചു, ഡാ കിച്ചു, ദേടാ ഒരു സൂത്രം കിട്ടി. എടാ നീ പുതപ്പ് മാറ്റിക്ക്. നല്ല ഉറക്കം കിടക്കണ കോലം വേണ്ടോ? ബെഡ്ഷീറ്റ് എല്ലാം മാറ്റിയിട്ട്. എടാ കിച്ചു, വീഡിയോ എടുക്കാതി, ആൾക്ക് നാണക്കേടാണ്. കണ്ടാ പതിപ്പിട്ട് തലമണിച്ചിട്ടാ. അപ്പം ഇത്രയുള്ളൂ. അവനെ വീഡിയോയിൽ വരാനായിട്ട് നാണക്കേടാണ്. കണ്ടോ, ഫാനിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അവൻ ഭയങ്കര അനങ്ങണ്. ഉറക്കപ്പിച്ച കീയാനെ കടിക്കും. കൂതനെ പോലെ ഇരിക്കണില്ലേ ശ്രീ? ഇല്ലേ ശ്രീ? ഒരു ക്രൂരനെ പോലില്ലേ? അതിനാ അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നു അതോ ഓടണം. അല്ല, എന്താ നോക്കിക്കേ, ഇത് വായാണല്ലേ ശ്രീ? ഒരു ക്രൂരനെ പോലെ സ്ത്രീക്ക് തോന്നുന്നുണ്ടോ? 2 ക്രൂരന്മാരെ കണ്ടോണ്ടിരിക്കുക. ഞങ്ങൾക്ക് നിന്നെ കണ്ടിട്ട് ക്രൂരനെ പോലെ തോന്നണം. വാ ഓർക്കാത്ത എന്നാ? വാ ഓർന്നേ അല്ലേ? ചെമ്മീൻ്റെ ഞണ്ടിൻ്റെ എല്ലാം കണ്ണിങ്ങനത്തെ അല്ലേ? രണ്ട് നടക്കണം, ശ്രദ്ധിച്ചായിരുന്നു. സൈഡിലോട്ടല്ലേ? സൈഡിലോട്ട്, 2 സൈഡിലോട്ട് നടക്കും. അതെനിക്ക് പണ്ടേ അറിയാം. ആ കൈ കൊണ്ട് പിടിക്കണുണ്ട് തന്നെ ഓടോന്നുണ്ട്. അത് നാക്കാണോ അതിൻ്റെ? ഇങ്ങനെ 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 നാക്കല്ലേ എൻ്റെ വായുടെ അകത്തോ? കടിക്കുവോ ശ്രീ? ഞണ്ട് ഇങ്ങനെ കടിക്കുവോ? കാല് വെച്ചിട്ടാ കടിക്കുള്ളോ? പാവമുണ്ടല്ലേ, കാലൊടിച്ചപ്പോൾ അതിന് നല്ല വേദന എടുത്തു അല്ലേ? അയ്യോടാ, നമുക്ക് അക്കോരത്തിട്ടാലോ? മീനൊക്കെ തിന്നോ? അപ്പം കാലില്ലാണ്ടല്ലേലും ജീവിക്കാനും പറ്റിയല്ലായിരിക്കും അല്ലേ? കാല് കിളുത്ത് വരുന്നു, ഒടിഞ്ഞാല് കിളുത്ത് വരും. കിളുത്ത് വരുമോ? ഞണ്ടിൻ്റെ കാല് കിളുത്ത് വരുമോ? ഞണ്ട് കാല് കിളുത്ത് വരുമെന്ന് എൻ്റെ അറിവ്. എനിക്കറിയാം. റീജനറേറ്റ് കാലില്ലെങ്കിൽ വെള്ളത്തിട്ട് ഞണ്ട് ജീവിക്കുമോ? അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കണ കാല് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടല്ലേ? 2 കാല് വെച്ചിട്ടല്ലേ? മറ്റേ കാല് വെച്ചെടുത്ത് പെട്ടെന്ന് കിളുത്ത് വരുന്ന കൊള്ളാം. ഈ കാലാണെങ്കിലും ഇല്ലേ, ഇതിങ്ങനെ കടിക്കത്തില്ലെങ്കിലും ഇല്ലേ ശ്രീ? ഇറുക്കുമ്പോൾ നല്ല വേദനയാണ്. ഇതിന് ഒരു മുള്ളു പോലത്തെ സാധനമുണ്ട്. ഇത് അറ്റത്തില്ലേ മറ്റേ ചെമ്മീത്തിൻ്റെ മാതിരി ആ സാധനം. അത് നമുക്ക് വേദന എടുക്കും. പക്ഷേ ഞാൻ വിചാരിച്ച വലിയ കാലാണ് വേദന ഉള്ളെന്നാ. ഇതുണ്ടോ? നല്ലതായിട്ട് വേദന എടുക്കും. കണ്ണ് പുറത്തോട്ട് ഇറങ്ങി വന്നെ ശ്രീ. ശ്രീ ഞണ്ടിന് കണ്ണ് പുറത്തിറങ്ങി നമ്മളിങ്ങനെ കാണുമോ? ഏടാ രക്ഷപ്പെടാൻ വേണ്ടിട്ട് കാലൊക്കെ ഫ്രീ ആയതുകൊണ്ടേ വെള്ളത്തിൽ നീന്തുവെന്ന് നീന്തിക്കൊണ്ടിരിക്കുക വെള്ളത്തിൽ രക്ഷപ്പെടാൻ. ആ വെള്ളം വേണമെന്നില്ല, കണ്ട് നനവ് മതി. ബക്കറ്റ് ഇട്ട് വെച്ചാൽ ജീവിക്കണം. നമുക്കൊരു പാത്രത്തിൽ ഇട്ട് വെച്ചാലോ? രക്ഷപ്പെടുവോ ശ്രീ? ചത്തുവോ? രാത്രി വീണ് കിടക്കണമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ കാലങ്ങനെ ഒടിഞ്ഞ് നാശമായിരിക്കുമല്ലേ, ഒടിയാറായിരിക്കും ഒരു കാലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ ബൈ. ഓക്കെ, സി യു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.